മാർച്ച് 22 ലോക ജലദിനം. ഓരോ തുള്ളി ജലവും സൂക്ഷിച്ചുപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത ലോക ജനതയെ ബോധ്യപ്പെടുത്താനാണ് ലോക ജലദിനം ആചരിക്കുന്നത്. ജലത്തിന്റെ ഉത്തരവാദിത്ത ബോധത്തോടെയുള്ള ഉപയോഗവും എല്ലാ പേർക്കും സുരക്ഷിതമായ രീതിയിൽ ജലത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്താനും ലോക ജലദിനം ലക്ഷ്യമിടുന്നു. ലോക ജലദിനം എന്ന നിർദ്ദേശം ആദ്യമായി ഉയർന്നു വന്നത് 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ ചേർന്ന UN കോൺഫറൻസ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റിലാണ്. ഇതേ തുടർന്ന് UN ജനറൽ അസംബ്ലി 1993 മാർച്ച് 22 ജലദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. കുടിവെള്ളത്തിന് സ്വർണത്തേക്കാൾ വില വരുന്ന കാലത്തേക്കാണ് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. ഭൂമിയിൽ ജനസംഖ്യ ഉയരുകയും ശുദ്ധജലം കുറയുകയും ചെയ്യുന്ന സ്ഥിതി വരാൻ പോവുകയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ജലക്ഷാമം നേരിടുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് വരുന്നു. നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകളെല്ലാം ദിനം പ്രതി മലിനമായിക്കൊണ്ടിരിക്കുന്നു. പല മഹാനദികളും മാലിന്യ കൂമ്പാരങ്ങളാണ്. കിണറുകളും കുളങ്ങളും പുഴകളുമെല്ലാം രാസമാലിന്യവും ഖരമാലിന്യവും കൊണ്ട് മലീമസമായിക്കൊണ്ടിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഭൂമിയിലെ ചൂട് വർദ്ധിക്കുകയും ഹിമപാളികൾ എക്കാലത്തെക്കാളും വേഗത്തിൽ ഉരുകുകയും ചെയ്യുന്നു. ഇത് എണ്ണമറ്റ സമൂഹങ്ങളുടെ ആവാസ വ്യവസ്ഥയുടെ നാശത്തിന് കാരണമാകുന്നു. ഇത് നിയന്ത്രിക്കാൻ ഹരിതഭൂമിയിലേക്ക് നമ്മൾ മടങ്ങണം. ഹിമാനികൾ സംരക്ഷിക്കുക എന്നത് മനുഷ്യരുടെയും ഭൂമിയുടെയും നിലനിൽപ്പിന് ആവശ്യമാണ്. രാജ്യത്തെ ജനതയുടെ പൊതുജനാരോഗ്യവും സമൃദ്ധിയും ഭക്ഷണവും ഊർജ സംവിധാനവും സാമ്പത്തിക ഉൽപാദനക്ഷമതയും പാരിസ്ഥിതിക സമഗ്രതയുമൊക്കെ നന്നായി പ്രവർത്തിക്കുന്നത് ജലചക്രത്തെ ആശ്രയിച്ചാണ്. രാജ്യത്തെ ജലസംരക്ഷണവും മഴവെള്ള സംരക്ഷണവും വർദ്ധിപ്പിക്കുന്നതിനായി ജലശക്തി മന്ത്രാലയം രാജ്യവ്യാപകമായി ജൽശക്തി അഭിയാൻ എന്ന പ്രമേയം ഏറ്റെടുത്ത് നടപ്പാക്കുന്നു. 2025 ലോക ജലദിനത്തിന്റെ സന്ദേശവും പ്രമേയവും ഹിമാനി സംരക്ഷണം എന്നതാണ്.